ഒരു മരണ വാർത്തയുമായിട്ടാണ് ഞാൻ ഇടവേള കഴിഞ്ഞ് വരുന്നത്. എറണാകുളം കടവന്ത്രി മുമ്പുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതി മരിച്ചു എന്ന വാർത്ത വരുന്നു. അരുക്കുറ്റി സ്വദേശിനി സീനത്താണ് മരിച്ചത്. 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അല്പം മുമ്പാണ് ഗതാഗത കുരുക്കിൽ നിർത്തിയിട്ട സ്കൂട്ടറിലേക്ക് KSRTCയുടെ ബസ് ഇടിച്ചു കയറി അപകടം ഉണ്ടായത്. അശ്വിൻ പാലാടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകുന്നു. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ ഒരാൾ ഒരു പുരുഷനാണ്, ഈ സ്ത്രീയാണ് ഇപ്പോൾ മരിച്ചതെന്ന വാർത്ത വരുന്നുണ്ട്. അശ്വിൻ, കൂടുതൽ വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് ഈ വിവരം സ്ഥിരീകരിക്കുന്നത്. അരൂക്കുറ്റി സ്വദേശി സീനത്ത് 40 വയസ്സാണ് അവർക്കുള്ളത്. അവർ ഈ ബൈക്കിൽ സഞ്ചരിക്കുകയും പിൻ സീറ്റിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു. ഈ സ്കൂട്ടറിന്റെ പിൻവശത്തേക്കാണ് വേഗതയിലെത്തിയ KSRTC ബസ് ഇടിച്ചു കയറിയത്. സീനത്തിന്റെ തലയിൽ പരിക്കുണ്ട്. ഒപ്പം നിലത്ത് വീണ ശേഷവും അല്പസമയം മുന്നോട്ട് ഈ സ്കൂട്ടറുമായി നിറങ്ങി നീങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരീരം ആസകലം ഗുരുതരമായ പരിക്കുകളേറ്റിരുന്നു. ഒപ്പം ഈ 2 വാഹനങ്ങളിൽ കൂടി, മുമ്പിലുണ്ടായിരുന്ന 2 കാറുകളിലേക്ക് കൂടി ഈ ഇരുവരെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ബസ് ഇടിച്ചത്. അത്രത്തോളം ഗുരുതരമായ അപകടം, ആഘാതത്തിലുള്ള പരിക്ക് 2 പേർക്കും ഏറ്റിട്ടുണ്ടായിരുന്നു. അതിൽ സീനത്തിനാണ് ഏറ്റവും ഗുരുതരമായ പരിക്കേറ്റത്. സീനത്താണ് അല്പസമയം മുമ്പ് മരിച്ചു എന്നുള്ള വിവരം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ്, ഇതിന്റെ എയർ ജാമായതാണ് അപകട കാരണം എന്നുള്ളതിൽ ഒരു വിശദീകരണമാണ് KSRTCയുടെ ഡ്രൈവർ നൽകുന്നത്. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണമില്ല. പോലീസ് അത് വിശ്വസിക്കാനും തയ്യാറായിട്ടില്ല. കാരണം 2 ട്രിപ്പ് കഴിഞ്ഞു വരുന്ന ബസ്സാണ്. വൈക്കം ഡിപ്പോയിൽ നിന്നും വൈക്കത്ത് നിന്ന് ഹൈക്കോടതിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. ബസ്സിൽ ആളുകൾ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സർവീസ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് നേരത്തെ അറിയാൻ സാധിക്കും, ആ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഡ്രൈവർ പറഞ്ഞ എയർ നഷ്ടപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ അത് പോലീസ് പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിശദ അന്വേഷണം പോലീസ് നടത്തും. ഒപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധന അല്പസമയത്തിനുള്ളിൽ ബസ്സിലും നടക്കും. SK, എന്തായാലും വളരെ സങ്കടകരമായ കാര്യമായി പോയി. എന്തായാലും കഷ്ടമായി പോയി.